ഞാൻ മുഹമ്മദ് ജമീൽ. ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ നിഗൂഢപരമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും അതിനെല്ലാം ഫേസ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തെ വലിയൊരു സംഭവമാക്കി മാറ്റുന്നു. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് ചില ആളുകൾ ചെറിയ പ്രശ്നങ്ങൾ അത് സ്വന്തം ജീവിതത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് കീറി മുറിച്ചുകൊണ്ട് സങ്കീർണമാകുന്നു, ജീവിതത്തെ ഒന്നുമല്ലാതാക്കി കളയുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിൻ്റെ നിഗൂഢപരമായിട്ടുള്ള ചില ഇടപെടലുകളുണ്ട്. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവരാണ് ബോബ് മേരി കൊളിൻസ്. ഓരോ വ്യക്തിയിലും 12ഓളം നെഗറ്റീവ് സ്വഭാവത്തിലുള്ള ഇൻജങ്ഷൻസ് നിലനിൽക്കുന്നു. ഈ ഇൻജങ്ഷൻസ് രൂപപ്പെടുന്നത് നമ്മുടെ ചെറുപ്പകാല അനുഭവങ്ങൾ, അതിൻ്റെ എസെൻസ് നമ്മുടെ മനസ്സിൻ്റെ താഴോട്ട് വന്നുകൊണ്ട് അടിസ്ഥാന മനസ്സിനെ രൂപപ്പെടുത്തുന്നുണ്ട്. ഈ അടിസ്ഥാന മനസ്സിൻ്റെ ഭാഗമാണ് ഇൻജങ്ഷൻസ്. ഈ ഇൻജങ്ഷൻസിൻ്റെ സ്വാധീനം വളരെ കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ദുർബലരായി കാണുന്നു. ഇൻജങ്ഷൻസിൻ്റെ സ്വാധീനം വളരെ കുറവാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള സ്വഭാവവിശേഷങ്ങൾ കാണുന്നു. ഇതിനനുസരിച്ചാണ് വിന്നേഴ്സും ലോസേഴ്സും ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നത്. ഡോണ്ട് എക്സിസ്റ്റ്, ഇതൊരു ഇൻജങ്ഷനാണ്. ഒരു കുഞ്ഞിന് രൂപം കൊടുക്കാൻ പോകുന്ന വേളയിൽ പാരൻസിൻ്റെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അയാളുടെ പ്രഗ്നൻസി ഘട്ടത്തിലുള്ള അനുഭവങ്ങൾ, അയാളുടെ ചെറുപ്പകാല അനുഭവങ്ങൾ, ഇതെല്ലാം ഒരു അൺവാണ്ടഡ് ചൈൽഡിന് യോജിച്ചതാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിൽ കാണുന്ന മെസ്സേജാണ് ഡോണ്ട് എക്സിസ്റ്റ്. ഇങ്ങനെയുള്ള ഒരു മെസ്സേജുള്ള ആളുകൾക്ക് ജീവിതത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെടുന്നു, ജീവിതം മടുപ്പ് തോന്നുന്നു, ജീവിതം അവസാനിച്ചാൽ മതിയെന്ന് തോന്നുന്നു. ഇതിൻ്റെ സ്വാധീനം വളരെ കൂടുതലാണെങ്കിൽ നിരന്തരമായിട്ടുള്ള സൂയിസൈഡൽ ടെൻഡൻസി ചിലപ്പോൾ സൂയിസൈഡിലേക്ക് തന്നെ നയിച്ചേക്കാം. അതുകൊണ്ടാണ് ചില ആളുകൾ വളരെ ഇൻ്റലക്ച്വൽ ആണെങ്കിലും നമ്മളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ചില ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുന്നത്. ഡോണ്ട് മേക്ക് ഇറ്റ്. ചെറുപ്പകാലത്ത് വേണ്ടത്ര പ്രോത്സാഹനം, സപ്പോർട്ട്, പിന്തുണ, എൻകറേജ്മെൻറ്റ്സ്, പെർമിഷൻസ് ഇങ്ങനെയൊന്നും ലഭിക്കാത്ത ആളുകൾക്ക് അത്തരത്തിലുള്ള ആളുകളിൽ കാണുന്നതാണ് ഡോണ്ട് മേക്ക് ഇറ്റ്. അവർ ഇൻ്റലക്ച്വൽ ആയിരിക്കും, പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേണ്ടത്ര അച്ചീവ്മെൻറ്റ്സിലേക്ക് അയാൾക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നു. ഒരു ക്വാളിറ്റി ഡെലിവറി എൻഷുർ ചെയ്യാൻ കഴിയാതെ പോകുന്നു. പലപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും, ടെൻഷനായിരിക്കും, പാനിക് ആയിരിക്കും. ഒരുപാട് വിഡ്രോൾസ് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഡോണ്ട് ബി ക്ലോസ്. ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഭാര്യയും ഭർത്താവും എന്നുള്ള രൂപത്തിൽ നല്ല സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു ക്ലോസ് റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് വരാൻ ഒരുപാട് പ്രയാസമുണ്ടാവും. ഒരു ഇൻറ്റിമസിയിലേക്ക് എത്താൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പലപ്പോഴും പല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരുപാട് പ്രയാസം അവർ നേരിടുന്നു. നല്ല ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വഭാവങ്ങളിൽ റിസർവ്ഡായി കാണുന്നവരെ നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ പ്രതികരണയിലൂടെ നിരീക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മെസ്സേജുകളുടെ സ്വാധീനമുണ്ടോ എന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതാണ്. നാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ഏത് ഇടപെടലുകളും നമ്മുടെ ജീവിതത്തെ ഒരുപാട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നു. നല്ല ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.